Hello everyone, welcome to a new video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ആണ് has, have, had. ഹാസ് ഹാവ് ഹാഡ് എന്നുള്ളത് നമ്മൾ സെൻറ്റൻസസിലെല്ലാം കാണാറുണ്ടല്ലേ. അപ്പോൾ ഈ ഹാസ് ഹാവിനൊക്കെ ഒത്തിരി യൂസസ് ഉണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളൊരു യൂസേജാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ കാണുക, നോട്ട്സ് എഴുതിയെടുക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഡെയിലി കോൺവെർസേഷനിലും പ്രാക്ടീസിലൊക്കെ നിങ്ങളിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാന്നുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹാസും ഹാവും എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഹാസിൻ്റെയും ഹാവിൻ്റെയും മെയിൻ ആയിട്ടുള്ളൊരു ഉപയോഗമാണ് ഉണ്ട് എന്ന് പറയുക. ഉണ്ട്, എനിക്കുണ്ട്, അവനുണ്ട്, അവൾക്കുണ്ട്, എനിക്ക് പനിയുണ്ട്, അവൾക്കൊരു കല്യാണമുണ്ട്, എനിക്കൊരു പേനയുണ്ട്, അവനൊരു മൊബൈൽ ഫോണുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ അത് പറയാനായിട്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഉണ്ട് എന്ന് പറയുമ്പം നമുക്കത് രണ്ട് രീതിയിൽ പറയാം അല്ലേ. എങ്ങനെ പറയാം? ഹാവ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹാസ് ഉപയോഗിക്കാം. എപ്പോഴാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നത്? ഹാവ് ഉപയോഗിക്കുന്നത് ഐയുടെ കൂടെ. ഐ ഹാവ്, എനിക്കുണ്ട്. യു ഹാവ്, നിനക്കുണ്ട്. ദേ ഹാവ്, അവർക്കുണ്ട്. വി ഹാവ്, നമുക്കുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ട്. അതുപോലെ പിന്നെ പ്ലൂറൽ വരുന്ന സമയത്ത്, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ആരെങ്കിലും വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിത ആൻഡ് രമ്യ, രണ്ടുപേരല്ലേ. അപ്പം നിതയ്ക്കും രമ്യയ്ക്കും ഉണ്ട് എന്ന് പറയാൻ നിത ആൻഡ് രമ്യ ഹാവ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്താണ്? ഐ യു ദേവി എന്ന് ഓർത്ത് വെക്കുക. ഐ യു ദേ വി. അതുപോലെ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് വരുമ്പോഴും നമ്മൾ അതിൻ്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ എവിടെയാണ് ഹാസ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഹാസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹി ഹാസ്, അവനുണ്ട്. ഷീ ഹാസ്, അവൾക്കുണ്ട്. ഇറ്റ് ഹാസ്, അതിനുണ്ട്. അതുപോലെ ഏകവചനം വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിത, ഒരാളുള്ളൂ അല്ലേ. അപ്പം നിത ഹാസ്, നിതയ്ക്ക് ഉണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഹാവ് ഹാസ് ഹാഡ് ആണ് പഠിക്കുന്നത്. ഹാവും ഹാസിനും ഒരേ മീനിങ് ആണ്. ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവും ഹാസും ഉപയോഗിക്കുന്നത്. പക്ഷെ ഹാവ് നമ്മൾ ഉപയോഗിക്കുന്നത് ഐ യു ദേ വി അതുപോലെ പ്ലൂറലൊക്കെ വരുന്ന സിറ്റുവേഷൻസിലാണ്. ആൻഡ് ഹാസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹി ഷീ ഇറ്റ് ഏകവചനം സിംഗുലർ വരുന്ന സിറ്റുവേഷൻസിലാണ്. അപ്പം നമ്മൾ പറയാണ് എനിക്കൊരു ഫോണുണ്ട്. എങ്ങനെ പറയാം? ഐ ആവുമ്പോൾ ഹാവ് ആണല്ലേ. ഐ ഹാവ് എ ഫോൺ. എനിക്കൊരു ഫോണുണ്ട്. ഐ ഹാവ് എ ഫോൺ. അവനൊരു ഇൻ്റർവ്യൂ ഉണ്ട്. എങ്ങനെ പറയും? ഹി വരുമ്പോൾ നമ്മൾ ഹാസ് ഉപയോഗിക്കും. ഹി ഹാസ് ഒരു ഇൻ്റർവ്യൂ. ആൻ ഇൻ്റർവ്യൂ. ഹി ഹാസ് എൻ ഇൻ്റർവ്യൂ. അവനൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അവർക്കൊരു ചായക്കടയുണ്ട്. എങ്ങനെ പറയും? ദേ ഹാവ്, അവർക്കുണ്ട്, എ ടീ ഷോപ്പ്, ഒരു ചായക്കട. ഞങ്ങൾക്കൊരു വീടുണ്ട്. വി ഹാവ്, ഞങ്ങൾക്കുണ്ട്, എ ഹൗസ്, ഒരു വീട്. ഞങ്ങൾക്കൊരു വീടുണ്ട്. വി ഹാവ് എ ഹൗസ്. നിതയ്ക്ക് ഒരു പേനയുണ്ട്. നിത ഹാസ്, നിതയ്ക്കുണ്ട്. നിത ഹാസ് ഒരു പേന, എ പെൻ. കണ്ടോ? ഇനി അതിന് ബ്ലാക്ക് വാലുണ്ട്. എങ്ങനെ പറയാം? It has a black tail. അവൾക്ക് രണ്ട് ബോക്സ് ഉണ്ട്. എങ്ങനെ പറയും? She has two boxes. She has two boxes എന്ന് പറയാം. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? നെക്സ്റ്റ് വൺ, നമ്മൾ ഇനി ഹാഡ് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഹാഡ് എന്നുള്ളത് ഹാസ് ഓർ ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ് എന്നുള്ളത്. അപ്പോൾ ഹാസ് എന്ന് പറഞ്ഞാലും ഹാവ് എന്ന് പറഞ്ഞാലും ഉണ്ട് എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഹാഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാഡ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു
ഉണ്ട് എന്ന് പറയാനായിട്ട് ഹാസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കാം. ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഹാഡ് മാത്രമാണ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് എന്ത് വന്നാലും നമ്മൾ ഹാഡാണ് ഉപയോഗിക്കുക. ഐ ഹാഡ് എനിക്കുണ്ടായിരുന്നു, യു ഹാഡ് നിനക്കുണ്ടായിരുന്നു, ദേ ഹാഡ് അവർക്കുണ്ടായിരുന്നു, വി ഹാഡ് ഞങ്ങൾക്കുണ്ടായിരുന്നു, ഹീ ഹാഡ് ഷീ ഹാഡ് ഇറ്റ് ഹാഡ്. കണ്ടോ? അപ്പം സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എനിക്കൊരു വീടുണ്ടായിരുന്നു, ഐ ഹാഡ് എ ഹൗസ്. അവൾക്കൊരു പനി ഉണ്ടായിരുന്നു, ഷീ ഹാഡ് എ ഫീവർ. ഷീ ഹാഡ് എ ഫീവർ. അവന് ഒരു എക്സാം ഉണ്ടായിരുന്നു, ഹീ ഹാഡ് ആൻ എക്സാം. അവൻ ഇന്നലെ ഒരു എക്സാം ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ ഹീ ഹാഡ് ആൻ എക്സാം യെസ്റ്റർഡേ. ഹീ ഹാഡ് ആൻ എക്സാം യെസ്റ്റർഡേ. എനിക്ക് ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എങ്ങനെ പറയാ? ഐ ഹാഡ് എനിക്കുണ്ടായിരുന്നു ആൻ ഇൻ്റർവ്യൂ. എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക്. ഐ ഹാഡ് ആൻ ഇൻ്റർവ്യൂ ലാസ്റ്റ് വീക്ക്. ഓക്കെ. ഇനി ഞങ്ങൾക്ക് ഒരു കട ഉണ്ടായിരുന്നു. എങ്ങനെ പറയും? വി ഹാഡ് ഞങ്ങൾക്കുണ്ടായിരുന്നു എ ഷോപ്പ്. വി ഹാഡ് എ ഷോപ്പ്. ഞങ്ങൾക്കൊരു കടയുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഐ ഹാഡ് എ ഹൗസ് എനിക്കൊരു വീടുണ്ടായിരുന്നു. ഷീ ഹാഡ് എ ഫീവർ അവൾക്കൊരു പനി ഉണ്ടായിരുന്നു. ഹി ഹാഡ് ആൻ എക്സാം യെസ്റ്റർഡേ അവൻ ഇന്നലെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ആൻ ഇൻ്റർവ്യൂ ലാസ്റ്റ് വീക്ക് എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. വി ഹാഡ് എ ഷോപ്പ് ഞങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹാഡ് എന്നുള്ളത് നമ്മൾ ഹാവ് ഓർ ഹാസിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഉണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കാം. ഉണ്ട് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് ഇല്ല എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഉണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഹാസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഹാവ് ഉപയോഗിക്കാം. ഇനി ഇല്ല എന്ന് പറയാനായിട്ടോ ഒന്നെങ്കിൽ നമുക്ക് ഡസൻറ്റ് ഹാവ് എന്ന് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഡോണ്ട് ഹാവ് എന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഹാസ് നോട്ട് ഹാവ് നോട്ട് എന്നല്ല ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ വേറെ സിറ്റുവേഷൻസാണ്. ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡസൻറ്റ് ഹാവോ ഡോണ്ട് ഹാവോ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇല്ല, ഒരു കാര്യം നമുക്ക് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഡസൻറ്റ് ഹാവ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഡോണ്ട് ഹാവ് ഉപയോഗിക്കാം. ഡസൻറ്റ് ഹാവ് ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് ഒന്നെങ്കിൽ ഹീ ഷീ ഇറ്റ്, അതുപോലെ ഏകവചനം വരുമ്പോൾ നമുക്ക് ഡസൻറ്റ് ഹാവ് എന്ന് പറയാം. ഡോണ്ട് ഹാവ് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുക? ഐ യു ദേ വി, അതുപോലെ ബഹുവചനം വരുമ്പോൾ നമ്മൾ ഡോണ്ട് ഹാവ് എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. അവൾക്ക് പണമില്ല എങ്ങനെ പറയും? ഷീ വന്നതുകൊണ്ട് നമ്മൾ ഡസൻറ്റ് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഷീ ഡസൻറ്റ് ഹാവ് മണി. അവൾക്ക് പണമില്ല. ഷീ ഡസൻറ്റ് ഹാവ് മണി. അവന് വീടില്ല. ഹീ ഡസൻറ്റ് ഹാവ് എ ഹൗസ്. അവനൊരു വീടില്ല. ഹീ ഡസൻറ്റ് ഹാവ് എ ഹൗസ്. അതിന് ഫർ ഇല്ല എങ്ങനെ പറയും? ഇറ്റ് ഡസൻറ്റ് ഹാവ് ഫർ. ഓക്കെ. ഇനി എനിക്ക് പണമില്ല എന്ന് പറയണമെങ്കിൽ ഐ വരുന്ന സമയത്ത് നമ്മൾ ഡോണ്ട് ഹാവ് ആണ് യൂസ് ചെയ്യുക, അല്ലേ? ഐ ഡോണ്ട് ഹാവ് മണി. ഐ ഡോണ്ട് ഹാവ് മണി. അവർക്ക് വീടില്ല. ദേ ഡോണ്ട് ഹാവ് എ ഹൗസ്. കണ്ടോ? അപ്പോൾ ഹീ ഷീ ഇറ്റ് പോലെ ഏകവചനം വന്നാൽ നമ്മൾ ഡസൻറ്റ് ഹാവ് എന്നുള്ളതാണ് ഉപയോഗിക്കേണ്ടത്. ഐ യു ദേ വി പോലെ ബഹുവചനം വന്നാൽ നമ്മൾ ഡോണ്ട് ഹാവ് എന്നുള്ളതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം നമ്മൾ പഠിച്ചത് ഉണ്ട് എന്ന് പറയാനായിട്ട് ഒന്നെങ്കിൽ ഹാസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കാം. ഇല്ല എന്ന് പറയാനായിട്ട് നമ്മൾ ഡസൻറ്റ് ഹാവോ
അല്ലെങ്കിൽ ഡോണ്ട് ഹാവോ ആണ് ഉപയോഗിക്കുന്നത്. ഡസൻറ്റ് ഹാവ് ഉപയോഗിക്കുമ്പം നമുക്ക് ഹി ഷീ ഇറ്റ് എന്നുള്ള ഏകവചനമാണ് വരുന്നത്. ആൻഡ് ഡോണ്ട് ഹാവ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഐ യു ദേ വി പോലുള്ള ബഹുവചനമാണ് വരുന്നത്. നമുക്ക് നേരത്തെ പഠിച്ചു ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഹാഡ് ആണ് ഉപയോഗിച്ചത്. അങ്ങനെയാണെങ്കിൽ ഉണ്ടായിരുന്നില്ല എന്നെങ്ങനെയാ പറയാ? ഉണ്ടായിരുന്നില്ല എന്ന് പറയാനായിട്ട് നമുക്ക് ഡിഡിൻറ്റ് ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഡിഡിൻറ്റ് ഹാവ്. അപ്പോൾ നമുക്ക് നോക്കാം. എനിക്കൊരു വീടുണ്ടായിരുന്നില്ല. ഐ ഡിഡിൻറ്റ് ഹാവ് എ ഹൗസ്. എനിക്കൊരു വീടുണ്ടായിരുന്നില്ല. ഐ ഡിഡിൻറ്റ് ഹാവ് എ ഹൗസ്. അവൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ല. എങ്ങനെയാ പറയാ? ഡിഡിൻറ്റ് ഹാവ് എന്നുള്ളത് നമ്മൾ എല്ലാ സബ്ജക്ട്സിൻ്റെ കൂടെ യൂസ് ചെയ്യും കേട്ടോ. ഐ ഡിഡിൻറ്റ് ഹാവ്, യു ഡിഡിൻറ്റ് ഹാവ്, ദേ ഡിഡിൻറ്റ് ഹാവ്, വി ഡിഡിൻറ്റ് ഹാവ്, അതുപോലെ ഹീ ഡിഡിൻറ്റ് ഹാവ്, ഷീ ഡിഡിൻറ്റ് ഹാവ്, ഇറ്റ് ഡിഡിൻറ്റ് ഹാവ്. ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും നമ്മൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയാനായിട്ട് ഡിഡിൻറ്റ് ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഐ ഡിഡിൻറ്റ് ഹാവ് എ ഹൗസ്. എനിക്കൊരു വീടുണ്ടായിരുന്നില്ല. അവൻ ഇന്നലെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ല. എങ്ങനെയാ പറയാ? ഹീ ഡിഡിൻറ്റ് ഹാവ്. ഇവിടെ നമ്മൾ ഡിഡിൻറ്റ് എന്ന് എടുത്ത് പ്രൊനൗൺസ് ചെയ്യേണ്ട, ഡിൻറ്റ് എന്ന് വായിച്ചാൽ മതി. ഹീ ഡിഡിൻറ്റ് ഹാവ് എൻ ഇൻ്റർവ്യൂ. അവനൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ല. യെസ്റ്റർഡേ, ഇന്നലെ. ഹീ ഡിഡിൻറ്റ് ഹാവ് എൻ ഇൻ്റർവ്യൂ യെസ്റ്റർഡേ. ഓക്കെ. അവൾക്ക് തലവേദന ഉണ്ടായിരുന്നില്ല. ഷീ ഡിഡ്ന്റ് ഹാവ്. അവൾക്ക് ഉണ്ടായിരുന്നില്ല എ ഹെഡേക്ക്. ഷീ ഡിഡ്ന്റ് ഹാവ് എ ഹെഡേക്ക്. അവൾക്ക് തലവേദന ഉണ്ടായിരുന്നില്ല. ഷീ ഡിഡ്ന്റ് ഹാവ് എ ഹെഡേക്ക്. വി ഡിഡ്ന്റ് ഹാവ് എ മീറ്റിംഗ്. ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഏത് സബ്ജക്റ്റ് വന്നാലും നമ്മൾ ഡിഡ്ന്റ് ഹാവ് ആണ് യൂസ് ചെയ്യുക. നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ നമുക്ക് ഉണ്ട് എന്ന് പറയാനായിട്ട് ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കാം. ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ഹാഡ് ഉപയോഗിക്കാം. അപ്പം നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നത് ഐ, യു, ദേ, വി, അതുപോലെ പ്ലൂറലിൻ്റെ കൂടെയാണ്, ബഹുവചനത്തിൻ്റെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹാസ് ഉപയോഗിക്കുന്നത് ഹി, ഷീ, ഇറ്റ്, സിംഗുലർ ഏകവചനത്തിൻ്റെ കൂടെയാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കുന്നത്. ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട്, അതായത് പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ് വരുന്നത് കേട്ടോ. അപ്പോൾ ഹാഡ് നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് ഏത് സബ്ജക്റ്റ് വന്നാലും, ഐ, യു, ദേ, വി വന്നാലും, ഹി, ഷീ, ഇറ്റ്, ദേ വന്നാലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹാഡ് എന്നുള്ളത് ഉപയോഗിക്കാം. ഇനി ഉണ്ട് എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഇല്ല. ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഡോണ്ട് ഹാവ് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡസൻറ്റ് ഹാവ് എന്നും ഉപയോഗിക്കാം. ഡോണ്ട് ഹാവ് എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ഡോണ്ട് ഹാവ്, യു ഡോണ്ട് ഹാവ്, ദേ ഡോണ്ട് ഹാവ്, വി ഡോണ്ട് ഹാവ്, പ്ലൂറലിൻ്റെ കൂടെയാണ് നമ്മൾ ഡോണ്ട് ഹാവ് യൂസ് ചെയ്യുന്നത്. ഡസൻറ്റ് ഹാവ് എന്നുള്ളത് ഷീ ഡസൻറ്റ് ഹാവ്, ഹീ ഡസൻറ്റ് ഹാവ്, ഇറ്റ് ഡസൻറ്റ് ഹാവ്, പിന്നെ ഏകവചനം ദിന ഡസൻറ്റ് ഹാവ്. ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ പാസ്റ്റാണ് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല എന്ന് പറയാനായിട്ട് നമ്മൾ ഡിഡിൻറ്റ് ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. ഡിഡിൻറ്റ് ഹാവ്. ഡിഡിൻറ്റ് ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ നമുക്ക് ഏത് ഉപയോഗിക്കാം? ഐ ഡിഡ്ന്റ് ഹാവ്, എനിക്കുണ്ടായിരുന്നില്ല, നിനക്കുണ്ടായിരുന്നില്ല, അവർക്കുണ്ടായിരുന്നില്ല, ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഹീ ഡിഡ്ന്റ് ഹാവ്, ഷീ ഡിഡ്ന്റ് ഹാവ്, ഇറ്റ് ഡിഡ്ന്റ് ഹാവ് എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഉണ്ട് എന്ന് പറയാൻ ഹാസ് ഓർ ഹാവ് യൂസ് ചെയ്യും. ഇല്ല എന്ന് പറയാൻ ഡോണ്ട് ഹാവ്, ഡസൻറ്റ് ഹാവ് യൂസ് ചെയ്യും. ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് യൂസ് ചെയ്യും. ഉണ്ടായിരുന്നില്ല എന്ന് പറയാനായിട്ട് ഡിഡ്ന്റ് ഹാവ് യൂസ് ചെയ്യും.
ഈ പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ 8 o'clock ഇൻസ്റ്റഗ്രാമിലാണ് നമ്മൾ ലൈവ് വരുന്നത്. ഇൻസ്റ്റഗ്രാം ID സ്പെൽവിത്തിനെയാണ്. ഇന്നത്തെ 8 o'clock ലൈവിൽ നമ്മൾ ഈ പോർഷൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കോമെൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ ജോയിനിങ് മൈ ക്ലാസ്.